പരിശുദ്ധ അമ്മയെ നമുക്കിഷ്ടമാണ്. ഈശോയോട്ട് അഗാധമായ ഒരു ആരാധനയിലും സ്നേഹത്തിലും ഒക്കെ നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ വരാറില്ലേ? ഒത്തിരി വേദനകൾ, വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഏറ്റവും കംഫർട്ടബിളായ സിറ്റുവേഷനിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് വീണുപോയേക്കാം. ഏറ്റവും ഓക്കെ ആയിരുന്ന ഒരു സമയത്ത് നിന്ന് തീരെ ഓക്കെ അല്ലാത്ത, ഒത്തിരി ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. ഏറ്റവും കംഫർട്ടബിളായ സിറ്റുവേഷനിൽ നിന്ന് വെല്ലുവിളികളെ പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു സമയത്തൊക്കെ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഓർത്ത് നോക്കിയേ, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ വലിയ പുണ്യവാൻ, ഈ വലിയ വിശുദ്ധനായ വൈദികൻ വലിയ മിഷൻ ശുശ്രൂഷയൊക്കെ ആയിട്ടൊക്കെ മുമ്പോട്ട് നടക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു സങ്കടം? അല്ലേ? ചോദ്യം ചെയ്യപ്പെടുന്നു, ജയിലിൽ അകപ്പെടുന്നു. പക്ഷെ ഒരു സ്നേഹം ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാലം അത്രയും വിശ്വസ്തയോടെ ആ വെള്ളപ്പൂക്കൾ, വെള്ള കിരീടം കാത്തു സൂക്ഷിച്ച മാക്സിമിലിയൻ കോൾബയുടെ മുമ്പിലേക്ക് രണ്ടാമത്തെ കിരീടം, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മറ്റൊരു മനുഷ്യന് പകരമായിട്ട് ബലിയർപ്പിക്കപ്പെടാൻ ജീവിതം